ഇന്ന് പറയാൻ പോണത് എന്റെ സിബ്ലിങ്സിനെ കുറിച്ചിട്ടാണ്. എനിക്ക് 3 സിബ്ലിങ്സ് ആണ് ഉള്ളത്. അതില് ചെറിയ ആള് വളരെ ചെറുതാണ്. പിന്നെ ഞങ്ങള് 3 പേരാണ് ഏകദേശം ഒരേ ഏജിലുള്ള ആൾക്കാർ. അപ്പൊ ഞങ്ങളെ ചൈൽഡ്ഹുഡ് എന്ന് പറഞ്ഞത് ഭയങ്കര അടിപൊളിയായിരുന്നു. ഇപ്പൊ ചിന്തിക്കുമ്പോ നല്ല അടിപൊളിയാണ്. പക്ഷെ അന്ന് നമുക്ക് ഏറ്റവും ദേഷ്യം അതൊക്കെ വരിക അവരോടായിരിക്കും. കാരണം എന്തെങ്കിലും ഒരു ഉമ്മ എന്തെങ്കിലുമൊക്കെ തരികയാണെന്നുണ്ടെങ്കിൽ അവൾക്ക് കൂടുതൽ കിട്ടി, എനിക്ക് കുറവ് കിട്ടി, അങ്ങനെ അടി വെക്കുക. എന്ത് കാര്യത്തിനും ഭയങ്കര ഫൈറ്റിംഗ് ആയിരിക്കും. പക്ഷെ അതൊക്കെ നമ്മള് മനസ്സിലാവണത് കുറച്ച് പ്രായമായി കഴിഞ്ഞ് എല്ലാവരും മാരീഡൊക്കെ ആയി സെപ്പറേറ്റ് ആയി കഴിയുമ്പോഴാണ് നമുക്ക് ആ ഒരു ബോണ്ട് നമുക്ക് ശരിക്കും മനസ്സിലാവുക. എല്ലാ കാര്യങ്ങളും തുറന്നു പറയാനും അങ്ങനെയൊക്കെ പറ്റും. അന്ന് തല്ല് പിടിച്ചിട്ടും തല്ലുകൂടി നടന്നിരുന്ന ആൾക്കാരെ ഇപ്പൊ നമ്മളെ കൂടെ കട്ടക്ക് സപ്പോർട്ടായിട്ടുണ്ടാവുക. ഇത് ഞാൻ ഒറ്റക്കായിട്ടുള്ള മക്കൾക്ക് ചിലപ്പോൾ ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. പക്ഷെ 2-3 സിബ്ലിങ്സ് ആയി ജീവിച്ചവർക്ക് ഇത് എന്തായാലും റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പം നമ്മളെ ഡ്രസ്സാണെങ്കിലും ഇപ്പൊ സത്യം പറഞ്ഞാൽ ഞാൻ ഇട്ട ഡ്രസ്സ് വരെ എന്റെ സിസ്റ്ററതാണ്. നമ്മളെന്തും അത്ര ഡിപ്പെൻഡ് ആവും അവരായിട്ട്. കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് കാര്യങ്ങൾ പറയണമെങ്കിലും സംസാരിക്കണമെങ്കിലും ഒക്കെ. പക്ഷെ പണ്ട് ഇത്ര തല്ല് പിടിച്ച ആൾക്കാർ വേറെ ഉണ്ടാവൂല. അപ്പൊ ഞാൻ അങ്ങനെ വിചാരിക്കും, എല്ലാവരുടെ ജീവിതത്തിലും അങ്ങനെ തന്നെ ആയിരിക്കും. അതുപോലെ അവർക്കൊരു കുട്ടികൾ ഉണ്ടായി കഴിഞ്ഞാൽ അവരെ സെക്കൻഡ് മദർ എന്ന് പറയുന്നത് നമ്മളെ ഇക്കാരം നമുക്ക് അത്ര ഇതാവും. അപ്പൊ ഞാൻ അങ്ങനെ വിചാരിക്കും, നമുക്ക് ഇനി ഒരു കുട്ടി ഉണ്ടായാൽ പോലും ചിലപ്പോ അവരെ അത്ര ഫസ്റ്റ് നമ്മളെ സിസ്റ്റർക്ക് ഉണ്ടായ കുട്ടീന്റെ അത്ര സ്നേഹം അതിനോട് ഉണ്ടാവോന്ന് വരെ നമുക്ക് തോന്നിപ്പോവും. അങ്ങനെ ആയിരിക്കും. അപ്പം ഇങ്ങനെ നിങ്ങളെല്ലാവർക്കും ഇങ്ങനെ ആർക്കെങ്കിലും ഒക്കെ ഇങ്ങനെ ഉണ്ടാവും. അങ്ങനെ ഉള്ളവരുണ്ടെങ്കിൽ നിങ്ങളെ സിസ്റ്റർക്ക് ഇത് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണേ.